കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ അധികൃതർ നിലപാട് കടുപ്പിച്ചതോടെ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. ഇതോടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിലപാട് മയപ്പെടുത്തുകയും ചെയ്തു. നിലവിലുള്ള കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന് തീരുമാനമെടുക്കാമെന്നാണ് സർക്കാർ നിലപാട്. യൂണിഫോമിന്റെ നിറവും ശൈലിയും സ്കൂളിന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. എന്ത് തർക്കത്തിന്റെ പേരിലായാലും ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ഗവൺമെന്റിന് വ്യക്തമാക്കാനുള്ളത് ഈ പ്രശ്നം അവിടെ വെച്ച് തീർക്കട്ടെ. അവിടെ ഇതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് പുറത്തുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നടന്നതായി കേൾക്കുന്നു, പത്രങ്ങളിലൂടെ കേൾക്കുന്നു. ആ പ്രശ്നത്തിൽ വിഷയം തീർന്നെങ്കിൽ തീർന്നോട്ടെ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുട്ടിയുടെ രക്ഷകർത്താവ് പഴയ സ്റ്റാൻഡിൽ നിന്ന് മാറി ശിരോവസ്ത്രമില്ലാതെ തന്നെ കുട്ടിയെ സ്കൂളിൽ അയക്കാം എന്ന് സമ്മതിച്ചു എന്നാണ് പറയുന്നത്. അതോടെ പിന്നെ പ്രശ്നം തീർന്നല്ലോ, പ്രശ്നം തീർന്നു. പക്ഷെ ഒരു കാര്യം, ഈ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ ഇടപെട്ടത്, ഒരു കുട്ടിയുടെ അവകാശം, അവരെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം നിഷേധിക്കുവാൻ ആർക്കും അവകാശമില്ല. എന്തിന്റെ പേരിലായിരുന്നാലും ആർക്കും അവകാശമില്ല. ആ അവകാശമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താ? കിട്ടിയ പരാതിയെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിയമാനുസരണം റിപ്പോർട്ടിനുള്ള ഒരു മറുപടി അവർ തരേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കും, അതിന് മറുപടി വാങ്ങുന്നതാണ്. മറുപടി വാങ്ങിയാലും പ്രശ്നം കൂടുതൽ വഷളാക്കേണ്ട കാര്യമില്ല. പ്രശ്നം ഇതുവരെ അവസാനിപ്പിച്ച ശേഷം ഭരണഘടന പറയുന്നതനുസരിച്ചും കോടതി വിധികൾക്കനുസരിച്ചും കേരള വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും ദേശീയ വിദ്യാഭ്യാസ നിയമം അനുസരിച്ചും സ്കൂൾ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട്. ഹിജാബ് ധരിച്ചു വരുതെന്ന് സ്കൂൾ നിയമാവലിയിൽ പറഞ്ഞിട്ടില്ല. വിഷയം കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ PTA സ്കൂളിൽ പ്രവർത്തിക്കുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കുട്ടിയെ ശിരോവസ്ത്രം ധരിച്ചു എന്നതിന്റെ പേരിൽ പുറത്തു നിർത്തുവാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണെന്ന് റിപ്പോർട്ട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ നൽകുകയുണ്ടായി. തലയിലെ ഷാൾ ചുറ്റി ശിരോവസ്ത്രം വരാൻ പാടില്ല എന്ന് കൃത്യമായി സ്കൂൾ നിയമത്തിൽ രേഖപ്പെടുത്താത്തത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ സ്കൂൾ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. 3. ശരിയായ രീതിയിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു പരാതിക്ക് ഇടവരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കേരള WPC 1744/2016 വിധിയുടെ ഹൈക്കോടതിയുടെ അടിസ്ഥാനത്തിൽ കേരള സർക്കാർ 8/5/2024 എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി സ്കൂൾ അധികൃതർ രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രി കാര്യം പഠിക്കാതെയാണ് നിലപാടെടുത്തത്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ സർക്കുലറിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്ടീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ, ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ. ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്. വാർത്താ സമ്മേളനത്തിനിടെ മന്ത്രി നടത്തിയ മറ്റൊരു പ്രസ്താവനയ്ക്കെതിരെ മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അൺഎയ്ഡഡ് സ്കൂൾ ആണെങ്കിലും NOC നൽകുന്നത് സർക്കാർ എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രി ഭീഷണിപ്പെടുത്തുകയാണെന്നും സ്കൂളിന് സംസ്ഥാന സർക്കാരിന്റെ NOC ആവശ്യമില്ലെന്നുമാണ് സ്കൂളിന്റെ വാദം. ഇപ്പോൾ ഗവൺമെന്റ് കേന്ദ്രീയ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇന്നിപ്പോൾ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. CBSE അഫിലിയേഷൻ സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു. 2026-27 അക്കാദമിക് ഇയറിലേക്ക് CBSE അഫിലിയേഷനുള്ള NOC സ്റ്റേറ്റ് ഗവൺമെന്റിൽ നിന്നും വേണ്ട. ഇപ്പോൾ പുതിയ CBSE അഫിലിയേഷൻ പോളിസി പ്രകാരം NOCയുടെ ആവശ്യമില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ NOCയുടെ ആവശ്യമില്ല CBSE അഫിലിയേഷന്. ഇതിനിടെ സംസ്ഥാനത്തെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കാർ സർക്കുലർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് SDPI രംഗത്തെത്തി.
ഹിജാബ് ധരിക്കുന്നത് ഭരണഘടനാ അവകാശമാണെന്ന മന്ത്രിയുടെ വാർത്താക്കുറിപ്പാണ് SDAP ആയുധമാക്കുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ന്യൂസ് ഡെസ്കിൽ നിന്ന് കിരൺ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം ഡാനി പോളിലേക്കാണ്. ഡാനി, ഇന്നലെ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടായി എന്നാണ് ഇന്നലെ ഒരു വൈകിട്ടോടു കൂടിയൊക്കെ വന്ന വിവരങ്ങൾ. അതായത് ഹൈബിയുടെ MP യുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തുന്നു. ഈ വിഷയത്തിലൊരു പരിധിവരെയും ശാശ്വതമായ പരിഹാരം ഉണ്ടായെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനമാണ് ഈ പ്രശ്നം കൂടുതൽ വഷളാക്കിയത്. ഇന്ന് രാവിലെ മന്ത്രി നിലപാട് മയപ്പെടുത്തിയെങ്കിൽ പോലും പക്ഷേ സ്കൂൾ അധികൃതർ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല. പഴയ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഇതോടെ സർക്കാർ വെട്ടിലായ അവസ്ഥ. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിലത്തെ ഒരു സാഹചര്യം എന്താണ്? പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അതോ SDPI പോലുള്ള സംഘടനകൾ ഈ വിഷയം ഒരായുധമാക്കുകയും അത് വർഗീയവൽക്കരിക്കുകയും കാര്യങ്ങൾ കൈവിട്ടു പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് ഇനി നിർണായകമാവുക? എന്തായിരിക്കും സർക്കാർ ഇനി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ഡാനി. ടോം, ഈ വിഷയത്തിൽ നിലവിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ഈ വിഷയം ഇവിടെ സ്കൂളിൽ വെച്ച് അത് തീരുന്നെങ്കിൽ, ഒരു ധാരണയാവുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞത് ഇവിടെ സ്കൂളിൽ ചില ധാരണകളാകുന്നു, ചില കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുന്നു, കുട്ടിയുടെ പിതാവുമായിട്ട് ചില ധാരണകളിലെത്താൻ ശ്രമിക്കുന്നു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ആ രീതിയിൽ തന്നെ തീരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു നിർബന്ധ ബുദ്ധിയില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. കുട്ടിയുടെ ഒരു അവകാശം ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ രീതിയിലാണ് ആ വിഷയത്തിനെ നോക്കിക്കാണുകയും ചെയ്തത്. അതുകൊണ്ട് ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് ഒരു സർക്കുലർ, ഒരു നിർദ്ദേശം അവിടെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം ലഭിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ അവരുടെ വിശദീകരണം ലഭിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് കുട്ടിയുടെ പിതാവുമായി നടക്കുന്ന ആ ചർച്ചകളിൽ അവിടെ ഒരു തീരുമാനമാകുന്നെങ്കിൽ അത് അങ്ങനെ ആകട്ടെ എന്നെല്ലാമാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. സ്കൂൾ തലത്തിലാണെങ്കിൽ ഈ ചർച്ചകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭ്യമായ റിലീസിന് അവർ സർക്കുലറിന് മറുപടി നൽകിയിട്ടുണ്ട്. ഈ മറുപടിയിൽ അവർ സൂചിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് കാരണം അദ്ദേഹം നൽകിയ ചോദ്യങ്ങൾ അത് വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കുട്ടി സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടില്ല എന്ന് അവർ CCTV ദൃശ്യങ്ങളടക്കം ബോധ്യമാക്കിക്കൊണ്ടാണ് മറുപടി നൽകുന്നത്. കാരണം അവിടെ ആ കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്ന 3 ദിവസങ്ങളിലുണ്ട്. ഈ 3 ദിവസവും അവിടെ ഉണ്ടായിരുന്നു. ആരും അവരെ പുറത്താക്കിയിട്ടില്ല. മറിച്ച് ഇക്കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കാനാണ് കുട്ടിയുടെ പിതാവിനെ അടക്കം ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത്. ആരും അവരെ പുറത്താക്കിയിട്ടില്ല. അപ്പോൾ പുറത്താക്കി എന്ന് പറയുന്ന കാര്യങ്ങൾ തികച്ചും ബാലിശമായാണ് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമതായി ഈ വിഷയങ്ങളിൽ സ്കൂളിന് ഒരു കോഡ് ഓഫ് കോണ്ടക്ട് കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. സ്കൂളിനൊരു ബൈലോ ഉണ്ട്. ഇക്കാര്യത്തിൽ ഈ യൂണിഫോം അനുസരിച്ച് അവിടേക്ക് വരണമെന്ന കാര്യങ്ങളിലടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി എഴുതി ഒപ്പിട്ട് വാങ്ങിയെല്ലാമാണ് രക്ഷിതാക്കൾ കുട്ടികളെ വിദ്യാലയങ്ങളിൽ ചേർക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ തിരിച്ച ഈ സർക്കിളിലൂടെ തന്നെ മറുപടി നൽകുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഒപ്പം വളരെ പ്രധാനപ്പെട്ടത് കുട്ടിയുടെ രക്ഷിതാക്കളുമായുള്ള ഒരു സംസാരമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് MP തലത്തിൽ ചില സംസാരങ്ങൾ അവിടെ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മറുപടി കുട്ടിയുടെ പിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് സ്കൂൾ മാനേജ്മെൻറ്റും കൂടി ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയിലല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ മറുപടിയും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ വ്യക്തമായും കുട്ടിയുടെ പിതാവ് പറയുന്നത് തങ്ങൾ സ്കൂളിൻ്റെ നിയമപ്രകാരം പ്രവർത്തിക്കാൻ തയ്യാറാണ്. സ്കൂളിന് ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട് വരാം, ഹിജാബ് ധരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളിൽ തങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണ്. അവരുമായിട്ട് കുട്ടിയുടെ പിതാവുമായിട്ട് കൂടുതൽ ഈ കാര്യങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിയുടെ പിതാവിൻ്റെ ഒരു സമ്മതപത്രം തന്നെ ഇക്കാര്യങ്ങൾ വേണമെന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കുട്ടിയുടെ പിതാവുമായി ചർച്ച നടത്തി അത്തരമൊരു സമ്മതപത്രം കൂടി ഈ സ്കൂളിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്ന ഒരു സമ്മതപത്രം കൂടി നൽകിക്കൊണ്ട് ഈ ഒരു നടപടി പൂർത്തീകരിക്കാനാണ് സ്കൂൾ അധികൃതർ, പള്ളുരുത്തിയിലെ സെൻറ് വിക്ടേഴ്സ് സ്കൂൾ അധികൃതർ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകും. തൽക്കാലം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ ഇവിടെ